ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? കുറച്ച് ദിവസങ്ങളായി ഒരാൾ ഇവിടെ അച്ചാറിട്ട് കൊടുക്കാൻ പറഞ്ഞ് പുറകെ നടക്കുന്നു. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. ഇതൊരു വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വെളുത്തുള്ളി പൊളിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആദ്യം 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ വെറുതെ ചൂടാക്കിയെടുത്ത് പൊടിച്ചു വെക്കണേ. ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് പാത്രം ചൂടാവുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണേ. ഇവന്മാരൊന്ന് സെറ്റായിട്ട് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പൊടികൾ എടുത്തു വെക്കാം. ഞാനിപ്പം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. എരിവ് വേണ്ടേ കുറച്ച്. ഇടയ്ക്ക് ഇവന്മാരി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. ഇനി ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ച് വെക്കണേ. ഇല്ലെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് ഇട്ടാൽ കരിഞ്ഞു പോയാലോ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളിയുടെ വേവേ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ചിലവർക്ക് അതിങ്ങനെ കടിച്ചിരിക്കണം, ഞങ്ങൾക്കാണെങ്കിൽ അതിങ്ങനെ അലുത്തിരിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ പാകത്തിനാകുമ്പോൾ നിങ്ങൾക്ക് മസാല ചേർത്ത് കൊടുക്കാവേ. ഞാനിതാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ആ ഉലുവയും കടുകും ഉണ്ടല്ലോ, അതും കൂടി അങ്ങ് ആഡ് ചെയ്യും കേട്ടോ. ഇനി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയ ഒരു ഐറ്റം ആണ് നമ്മുടെ കായം. കുറച്ച് കായം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്താൽ രുചി ബഹുകേമം. ഇനി ഉപ്പ് നോക്കണം, പുളി നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കി സെയിം പാത്രത്തിൽ തന്നെ തണുക്കാനായിട്ട് വെക്കണേ. നെക്സ്റ്റ് ഡേ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഉപ്പും പുളിയും കുറവായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നല്ല ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇതാ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസമായ അച്ചാറാണ് ഇത്. നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും ഇച്ചിരി പുളിയും കുറവുണ്ടായിരുന്നു. അതങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഉണങ്ങി ഒരു നല്ല ബോട്ടിലേക്ക് എടുത്ത് മാറ്റിയാൽ കുറച്ച് നാൾ കേടുകൂടാണ്ടിരിക്കും കേട്ടോ. വെളുത്തുള്ളി അച്ചാർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.